ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന പയറും വെണ്ടയും അതിൻ്റെയൊക്കെ വിത്തുകൾ എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ മുളപ്പിച്ചെടുത്ത തൈകളൊക്കെ കാണിക്കാനൊരു വീഡിയോ ചെയ്യണേ. അപ്പം ഞാനിതാ അത്യാവശ്യം മീറ്റർ പയറിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ മുളപ്പിച്ചൊരു 5-8 അത് മുളച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടേൻ്റെ നല്ല ഗ്രോത്തുള്ള വിത്തുകൾ കിട്ടിയിട്ടോ. അപ്പോൾ ആ വിത്തുകളും ഇതാ മുളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി നടണം കേട്ടോ. അപ്പോൾ ആദ്യം ആകെ 2 തൈയാണ് വെണ്ട ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നത് മഴേൻ്റെ സമയത്ത്. അതിൽ നിന്ന് വിത്തെടുത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മളെ തക്കാളിയൊക്കെ കായകളൊക്കെ തീർന്നു കേട്ടോ, വീണ്ടും പൂവിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളി പഴുത്തിട്ട് ഇതിൽ നിന്ന് ഒരു 1-2 തക്കാളി എടുത്തിട്ട് അതിൻ്റെ കുരുവെടുത്ത് വിത്താക്കി എടുത്തിട്ട് അതും മുളപ്പിച്ച് അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ താഴെ ഭാഗത്ത് നട്ടിരുന്ന പയറിൻ്റെ തൈകളൊക്കെ ഗ്രോ ബാഗിലേക്ക് മാറ്റി മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അതും സെറ്റായി റെഡിയായി വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ പാവയ്ക്ക അത് ഉണ്ടായി അത് തോരൻ വെക്കാൻ വേണ്ടി എടുത്ത സമയത്ത് അതും അത്യാവശ്യം നല്ല മൂപ്പായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുവൊക്കെ. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അതും ഇട്ട് മുളപ്പിച്ച് അതും അത്യാവശ്യം ഒരു 10-15 തൈകളൊക്കെ അതും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ പാവയ്ക്കേൻ്റെ. അപ്പോൾ എല്ലാം കൂടെ ഇനി മാറ്റി നട്ട് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ കുമ്പളത്തിൻ്റെ വള്ളി ഇതാ താഴോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ആയിട്ട് അങ്ങനെ നശിച്ച് പോവാൻ നിന്നോടത്തുനിന്ന് പിന്നെ റെഡിയായി വന്നതാണ്. പിന്നെ അതാ മത്തൻ്റെ വള്ളി താഴോട്ടേക്ക് പോകുന്നുണ്ട്. അത് താഴോട്ടേക്ക് പോയിട്ട് പിന്നെ അത് കണ്ടത്തിലേക്ക് അങ്ങോട്ടേക്ക് അതിൻ്റെ വള്ളി മാറ്റി കൊടുക്കാമെന്നാണ് കരുതണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്നുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യട്ടോ. പിന്നെ വഴുതനേൻ്റെ തൈകൾ അതും റെഡിയായി വരുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ തൈകൾ അതിൽ മുളകിൽ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. മുളകും കുറേയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പച്ചമുളക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. അപ്പോൾ ഇതാണ് മുളകിൻ്റെ തൈകൾ. ചില ഗ്രോ ബാഗിൽ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നട്ടത് അതൊക്കെ പിടിക്കാതെ അങ്ങനെ പോയതുകൊണ്ട് ആ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് വേറെ തൈകളൊക്കെ മാറ്റി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.